വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്കിംഗ് ട്രീ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 1 Corinthians chapter 8. ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവവചനം നിങ്ങളൊക്കെ കേട്ടിരിക്കും. നോളജ് പഫ്സ് അപ്പ്, ലവ് ബിൽഡ്സ് അപ്പ്. അതായത് അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹം ആത്മീയോകർഷം വരുത്തുന്നു. എന്താണ് പൗലോസ്ലീഹ ഈ ഒരു അധ്യായത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ദൈവവചനത്തിലൂടെ ഉദ്ദേശിച്ചത്? പൗലോസ്ലീഹ ഉദ്ദേശിച്ചത് ഇപ്രകാരമാണ്. അതായത് അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ളതാണ്. പക്ഷേ ഞാൻ എന്ന ഒരു ചിന്ത അത് അഹങ്കാരം ജനിപ്പിക്കുന്നു. ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് ഏറ്റവും കൂടുതൽ അറിവുണ്ട്, അതുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഹന്ത ജനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവഹിതത്തിന് എതിരുമാണ് എന്ന് ഈ ഒരു അധ്യായം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ അറിവ് പങ്കുവെക്കുവാനുള്ളതാണ്, പക്ഷേ വളരെ എളിമയോടെ താഴ്മയോടെ ഈ എല്ലാ അറിവും ദൈവത്തിന്റെ ദാനമാണ് എന്ന് ചിന്തിച്ചു വേണം നമുക്ക് മറ്റുള്ളവരുമായി ഈ ഒരു അറിവ് പങ്കുവെക്കുവാൻ വേണ്ടി. എന്നാൽ ഒരു അറിവിന്റെയും ഉടമസ്ഥൻ ഞാനല്ല എന്നും എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം, ആ ഒരു എളിമയിൽ വേണം, ആ ഒരു താഴ്മയിൽ വേണം നമ്മൾ അറിവ് പങ്കുവെക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ മറ്റൊരു കാര്യം, സ്നേഹവും അറിവ് പോലെ തന്നെ പങ്കുവെക്കുവാനുള്ളതാണ്. എന്നാൽ സ്നേഹം എത്രമാത്രം പങ്കുവെക്കുന്നുവോ അത്രമാത്രം കൂട്ടായ്മയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ അറിവ് പങ്കുവെക്കുമ്പോൾ വേണ്ട രീതിയിൽ എളിമയോടെ താഴ്മയോടെ പങ്കുവെച്ചില്ല എങ്കിൽ അത് ഇടർച്ച ഉണ്ടാക്കുമെന്നും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഇതിന് ഉദാഹരണമായിട്ടാണ് പൗലോസ്ലീഹ ഈ ഒരു അധ്യായത്തിൽ വിഗ്രഹാരാധനയെ പറ്റി സംസാരിക്കുന്നത്. വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഈ ഒരു അധ്യായം എഴുതിയിരിക്കുന്നതെങ്കിലും പൗലോസ്ലീഹ പറയുകയാണ്, ഈ ഒരു അധ്യായം പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു അധ്യായമാണ്. പൗലോസ്ലീഹ പറയുകയാണ്, വിഗ്രഹാരാധനയെ എതിർക്കുന്ന വിശ്വാസികൾ തന്നെ വിഗ്രഹാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ആ വിഗ്രഹത്തിന് സമർപ്പിച്ച ഭക്ഷണം വളരെ ആദരവോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക്, അതായത് വിശ്വാസികളെ വിശ്വസിച്ച് നിൽക്കുന്ന സഹോദരന്മാർക്ക് എത്രമാത്രം ഇടർച്ച ഉണ്ടാക്കുന്നു എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ചും കൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഉത്തമ മാതൃകയാണോ എന്നും വിലയിരുത്തേണ്ടതാണ്. എന്നെ വിശ്വസിക്കുന്ന മറ്റുള്ളവർക്ക് ഞാൻ മൂലം ഒരു ഉണ്ടായാൽ, ഒരു ഇടയായി കഴിഞ്ഞാൽ ഞാനും പാപിയാണ്, ഞാൻ മൂലം മറ്റുള്ളവരും ആ തിന്മ അവരിലേക്കും പകർന്നു പോകുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് പൗലോസ്ലീഹ ഈ ഒരു അധ്യായത്തിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു അധ്യായം. അതായത് ഞാൻ മൂലം എന്നെ വിശ്വസിക്കുന്ന സഹോദരർക്ക് ഒരു ഇടർച്ചയും ഉണ്ടാകാൻ പാടുകയില്ല എന്നും അതുമൂലം ഞാൻ നല്ലൊരു മാതൃകയായിട്ട് പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് പൗലോസ്ലീഹ. അങ്ങനെ നല്ലൊരു ഉത്തമ മാതൃകയാകാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ട ഏറ്റവും വലിയ കാര്യം അറിവ് പകർന്നു കൊടുക്കുക, വളരെ എളിമയോടെ താഴ്മയോടെ മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുക. അതേപോലെ തന്നെ സ്നേഹത്തോടെ ഇരിക്കുക. കാരണം സ്നേഹം വളരെയധികം അത്യാവശ്യമാണ് ഒരു കൂട്ടായ്മ ജനിപ്പിക്കുവാൻ വേണ്ടി. അതിനുവേണ്ടി ഒരുപാട് നമുക്ക് സഹനങ്ങൾ എടുക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അതെല്ലാം സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് കൂട്ടായ്മയിൽ ഇരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു അധ്യായം. എന്നാൽ ഈ ഒരു അധ്യായം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഈ ഒരു അധ്യായം ഓർമ്മപ്പെടുത്തുകയാണ്. ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഏത് രീതിയിലുള്ള ആചാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, പക്ഷെ ഒരേ ഒരു ദൈവം മാത്രം. ആ ഒരേ ഒരു ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പല രൂപത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടാവും, പല രീതിയിൽ പല ആചാരങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ടാകും. പക്ഷേ ദൈവം ഒന്നു മാത്രമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം ഒരേ ഒരു ദൈവം മാത്രമെന്ന് ഈ ഒരു അധ്യായം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ നമ്മൾ ആചരിക്കുന്നു എന്നതിനേക്കാളേറെ നമ്മൾ എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു അധ്യായം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.